ബിൻ ജേക്കബ് എന്നിവരാണ്. 4 പേർക്കും സ്വാഗതം. പ്രവാസികൾ ആരുമില്ല ഹലോ മോദി പരിപാടിയിൽ പങ്കെടുക്കാൻ ഇനി എന്നാണ് അറിയാൻ സാധിച്ചത്. അത്രയധികം ആളുകൾ പങ്കെടുത്തു മോദിയെ വരവേൽക്കാൻ എന്നും പറയുന്നു. ആദ്യം ശ്രീ സലീം ചോലമുഖത്ത് എത്ര വലിയ പരിപാടിയാണ് സംഘടിപ്പിച്ചത് എന്ന് നാം കണ്ടു ദൃശ്യങ്ങളിലൂടെ. ഇത് എന്തിന്റെ തുടക്കമായാണ് താങ്കൾ കാണുന്നത്? നോക്കൂ, ഇത് എന്തിന്റെങ്കിലും തുടക്കമല്ല. കഴിഞ്ഞ പതിറ്റാണ്ടുകളായി, ഒരുപക്ഷെ നൂറ്റാണ്ടുകളായി തന്നെ UAE-യിലെ അതുപോലെ തന്നെ ഇന്ത്യൻ ജനതയും തമ്മിലുള്ള ബന്ധം അതിൻ്റെതായിട്ടുള്ള അനുസ്യൂതമായിട്ട് ബന്ധം തുടരുകയാണ്. അതിന്റെ ഒരു ഭാഗം എന്നുള്ള നിലക്കാണ് ഞാൻ അതിനെ കാണുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രധാനമന്ത്രി ഈ വിദേശ രാജ്യത്ത് വരുമ്പോൾ ഇവിടെയുള്ള ഇന്ത്യക്കാരായിട്ടുള്ള പ്രവാസികൾ അതിനെ ആ നിലയ്ക്ക് സ്വാഗതം ചെയ്യും. കാരണം പ്രധാനമന്ത്രി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ആകെ പ്രതിനിധിയാണ്. ആ നിലയ്ക്കുള്ള ഒരു സമ്മേളനം ഇന്ന് അവിടെ അബുദാബിയിൽ വെച്ച് നടക്കുകയുണ്ടായി. അതിൽ തീർച്ചയായിട്ടും നമുക്കറിയാം, ഇത്തരം യാത്രകളുണ്ട്. സാധാരണ ഒരു പ്രവാസി എന്നുള്ള നിലയ്ക്ക് എന്റെ ഭാഗത്തുനിന്ന് ഒരു ചിന്ത വരുന്നത്, ഇതുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ഇന്ത്യക്കാരായിട്ടുള്ള പ്രവാസികൾക്ക് എന്താണ് ഗുണമെന്നുള്ളതാണ്. നമുക്കറിയാം, ഇപ്പൊ ഈ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം 7ാമത്തെ തവണയാണ് UAE സന്ദർശിക്കുന്നത്. ഇതിനു മുമ്പ് ഇത്രയധികം സന്ദർശനം ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ നടത്തിയിട്ടില്ല. പക്ഷേ ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ, സാധാരണക്കാരായിട്ടുള്ള പ്രവാസികളുടെ പ്രശ്നങ്ങൾ ഇപ്പോഴും അതേപടി നിലനിൽക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം. ഒരു ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ പറയാം, ഞാൻ എന്റെ കുടുംബവുമായിട്ട് ഇപ്പൊ ഈ അടുത്ത സ്കൂൾ വെക്കേഷൻ ഇവിടെ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ്. അതിന്റെ ഭാഗമായിട്ട് ഒരു എയർ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 7 മാസം മുമ്പ് ജൂലൈ മാസത്തിലുള്ള ടിക്കറ്റ് ഇപ്പോഴേ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഏതാണ്ട് 1500 കൊടുത്താൽ ബഹ്റൈനിലൊക്കെ ഉള്ളവർ ആകെപ്പെട്ടിരിക്കുകയാണ്. അവിടെ വെക്കേഷനും തുടങ്ങി, നാട്ടിലേക്ക് വരാനും സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ താങ്കളിലേക്ക് വരാം. സ്ഥിതിയാണുള്ളത്. അപ്പോ ഞാൻ പറയുന്നത്, ഇതൊക്കെയാണ് സാധാരണക്കാരായിട്ടുള്ള പ്രവാസികളുടെ പ്രശ്നങ്ങൾ. അതിന് ഇത്രയും കാലമായിട്ട് ഒരു പരിഹാരവും ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഈ പ്രവാസികളെ അലട്ടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഞാൻ വരാം. ശ്രീ സലീം, ശ്രീ അനീസ, ഇവിടെ ഒരുപാട് പ്രതീക്ഷകൾ പ്രവാസികൾക്കുണ്ട് എന്ന് പറയുമ്പോഴും പ്രധാനമന്ത്രി ഇന്ന് അവിടെ കൂടി നിന്നവരോട് എന്ത് പറയുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്? അതുപോലെ സംഭവിച്ചതായിട്ടാണോ താങ്കൾ അറിയുന്നത്? സാധാരണഗതിയിൽ രാജ്യത്തിന്റെ പ്രതിനിധികള് മറ്റു രാജ്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന, അപ്പോ സലീം സാറ് പറഞ്ഞതുപോലെ 7ാമത്തെ തവണയാണ് പ്രധാനമന്ത്രി ഇവിടെ എത്തുന്നത്. നിരന്തരമായ പ്രഖ്യാപനങ്ങൾ പലതും ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ബേസിക് ആയിട്ട് പ്രവാസികൾക്ക് ലഭിക്കേണ്ട പല കാര്യങ്ങളും നമുക്ക് ലഭ്യമാവുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ ചാനലിൽ തന്നെ ഇതേ സെഷനിൽ തന്നെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ എയർ ടിക്കറ്റിന്റെ കാര്യമാണെങ്കിലും, പ്രവാസി വോട്ടവകാശത്തിന്റെ കാര്യമാണെങ്കിലും, പ്രവാസികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളുടെ കാര്യമാണെങ്കിലും ഇതൊന്നും ലഭ്യമാവുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവിടെ ഇന്ത്യയിൽ എന്താണോ ഇന്ത്യൻ ജനതയ്ക്ക് നൽകുന്നത് അതിന്റെ ഒരു പരിച്ഛേദം മാത്രമാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ അയോധ്യയിൽ പോയി രാമക്ഷേത്രം നിർമ്മിക്കുന്നു. അതേ സമയത്ത് സാധാരണക്കാരനെ അഡ്രസ് ചെയ്യപ്പെടേണ്ട വിഷയങ്ങളുണ്ട്. ആ അഡ്രസ് ചെയ്യപ്പെടേണ്ട വിഷയങ്ങളിലേക്കൊന്നും ഒരു രാജ്യത്തിന്റെ ഭരണാധികാരികൾ എത്തുന്നില്ല. ഇവിടെ പ്രവാസി സമൂഹത്തിനും അതിന് തുല്യമായ രൂപത്തിലുള്ള ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അതിലേക്കൊന്നും എത്തുന്നില്ല. ഇവിടെ ഒരു ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് എത്തുന്നു. പക്ഷെ ഇത് രണ്ടും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. അത് അവിടെ നടക്കുന്നത് ഒരു എന്താ പറയാ, പ്രക്രിയന്റെ പ്രതീകമാണെങ്കിൽ ഇവിടെ നടന്നത് ഒരു നിർമ്മാണാത്മകതയുടെ പ്രതീകമാണ് എന്നുള്ളതിന്റെ ഒരു വ്യത്യാസമുണ്ട്. അവിടെ എക്സ്ക്ലൂഷന്റെ പ്രതീകമാണെങ്കിൽ ഇവിടെ ഇൻക്ലൂഷന്റെ പ്രതീകമാണ് എന്നുള്ള ഒരു വ്യത്യാസമുണ്ട്. ഇതാണ് ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ശരി. ഇവിടെ ഒരുപാട് ഇപ്പം പ്രവാസികൾ ഉറ്റുനോക്കുന്ന, ഇപ്പൊ നേരത്തെ രണ്ടുപേരും പറഞ്ഞതുപോലെ ഉറ്റുനോക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് സാധാരണ പ്രവാസിയെ സംബന്ധിച്ചാണ്. അതിനപ്പുറത്തേക്ക് ബിസിനസ് രംഗത്തും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇന്ത്യ അറബ് ബന്ധത്തിൽ ഏതു തരത്തിലായിരിക്കും ഇത്? സാധാരണ ഒരു 7ാമത്തെ തവണയാണ് മോദി UAE സന്ദർശിക്കുന്നത് എന്നതിനേക്കാൾ ഹലോ മോദി കുറച്ചുകൂടി സ്പെഷ്യൽ ആവുന്നുണ്ട്. അത് ഏത് രംഗത്തെയൊക്കെയാണ് ശക്തിപ്പെടുത്താൻ പോകുന്നത്? എന്നോടാണോ? അതെ. ധന്യ, ആദ്യം ഞാനൊരു വിയോജിപ്പ് രേഖപ്പെടുത്തട്ടെ. കാരണം ഗൾഫിലും മോഡിയോടെ എന്നാണ് ഈ ചർച്ചയുടെ തലവാചകം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലൊരു വായനയുണ്ട്. അപ്പൊ ഇന്ത്യയിലും മോഡിയുണ്ട് എന്നൊരു വായനയുണ്ട്. തീർച്ചയായും അതിനോട് വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. കാരണം നമുക്കറിയാം, അതിശൈത്യത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് ഇന്ത്യയിലെ കർഷകർ
രാജ്യ തലസ്ഥാനത്തേക്ക് സമരത്തിന് വേണ്ടി സംഘടിച്ചുകൊണ്ടിരിക്കുകയാണ്. കർഷക സമരത്തിന്റെ 2ാം ഘട്ടം വളരെ തീവ്രതയോടെ ആരംഭിക്കുവാൻ വേണ്ടി പോവുകയാണെന്ന് നിങ്ങളടക്കമുള്ള വാർത്താ മാധ്യമങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഒരു മോഡി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മറിച്ച് ഇപ്പോൾ ധന്യ ചോദിച്ചതുപോലെ അറബ് സമൂഹവും അതല്ലെങ്കിൽ അറബ് ഭരണാധികാരികളും നമ്മുടെ ഇന്ത്യൻ ഭരണകൂടവും തമ്മിലുള്ള ബന്ധം കുറച്ചു കാലങ്ങളായി നമുക്കറിയാം വളരെ സൗഹാർദ്ദപൂർവവും വളരെ ദൃഢവുമായിട്ടാണ് ആ ബന്ധം മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയുടെ ഭരണാധികാരികളോടും ഇന്ത്യൻ ജനസമൂഹത്തോടും അറബ് സമൂഹം പുലർത്തുന്ന സൗഹാർദ്ദവും അതല്ലെങ്കിൽ നയതന്ത്ര സമീപനവും ഒക്കെ മാതൃകാപരവും സ്നേഹോഷ്മളവുമാണ്. ഞാനൊരു വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഞാനൊരു 15 വർഷമായി ഒരു പ്രവാസിയായി തുടരുകയാണ്. എന്റെ മുന്ന് സംസാരിച്ച രണ്ടുപേരും പറഞ്ഞതുപോലെ പ്രവാസികൾ നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾ കഴിഞ്ഞ ഒരു 15 വർഷമായി ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനൊന്നും ഒരു മാറ്റവുമില്ല. ഇപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ കാര്യമാണെങ്കിലും പ്രവാസികളുടെ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ചുള്ള വിഷയമാണെങ്കിലും അതിനൊന്നും മാറ്റമില്ലാതെ മാറ്റങ്ങളില്ലാതെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നും വലിയ പ്രതീക്ഷകളേ ഇല്ല. എന്റെ ചർച്ചയിൽ സൂചിപ്പിച്ച KMCC പ്രതിനിധി പറഞ്ഞ പോലെ എക്സ്ക്ലൂഷന്റെയും ഇൻക്ലൂഷന്റെയും ഒരു പ്രശ്നം നമ്മൾ പ്രത്യേകിച്ചും ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. നമ്മുടെ ഇന്ത്യ എല്ലാ ചിന്തകളെയും എല്ലാ മതചിന്തകളെയും വ്യത്യസ്തമായ എല്ലാ ധാരകളെയും ഒക്കെ സ്വീകരിക്കുന്ന പ്രൗഢോജ്വലമായ ചരിത്രമുള്ള ഒരു നാടായിരുന്നു. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മുടെ നാട് അത്തരം ചിന്തകളിൽ നിന്ന് പിറകോട്ട് പോകുകയും സങ്കുചിതമായ അല്ലെങ്കിൽ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ഒരു കാലഘട്ടത്തിലേക്ക് മാറിപ്പോവുകയും എന്നാൽ അറബ് സമൂഹം വലിയ സൗഹാർദ്ദത്തോടെയും വ്യത്യസ്തമായ ചിന്താസരണികളെ മുഴുവൻ സ്വീകരിക്കുകയും ചെയ്യുന്ന വളരെ ഊഷ്മളമായ ഒരു കാഴ്ചപ്പാട് ലോകത്തിന് മുന്നിൽ സമർപ്പിക്കുക കൂടി ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു കാഴ്ച നമ്മുടെ നാട്ടിലെ ഭരണാധികാരികളുടെ കണ്ണു തുറപ്പിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, ശ്രീ ബിപിൻ, ഇവിടെ മോദി ഗ്യാരണ്ടി അത് അദ്ദേഹം അവിടെയും ആവർത്തിക്കുകയുണ്ടായി. മോദി ഇന്ത്യക്ക് ഒരു ഗ്യാരണ്ടി നൽകിയിട്ടുണ്ട്. അത് 3ാം ടേമിലും രാജ്യത്തെ ഇല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയെ ലോകത്തെ സാമ്പത്തിക ശക്തിയാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് എന്നൊക്കെയുള്ള ഉറപ്പ് പ്രവാസികളായ പ്രത്യേകിച്ച് മലയാളികൾക്ക് നൽകുമ്പോൾ അവരിൽ ഉണ്ടാകുന്ന ഒരു ആത്മവിശ്വാസം ഇല്ലെങ്കിൽ പ്രതീക്ഷ ഇത് വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ടോ? അത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ 3 പേരും പാനലിസ്റ്റുകൾ സൂചിപ്പിച്ചതുപോലെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തുമെന്ന പ്രതീക്ഷ പ്രവാസികൾക്കുണ്ടാക്കിയിട്ടുണ്ടോ? ആദ്യത്തെ ചോദിച്ച ചോദ്യത്തിന് തന്നെ മറുപടി നമ്മൾ ആരംഭിക്കേണ്ടത് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം സ്വാതന്ത്ര്യമായത് 2014 1947 1947 മുതൽ തുടർച്ചയായി ഭരിച്ച് മാറി മാറി വന്ന സർക്കാരുകൾ ചെയ്തതിന്റെ പരിണതഫലമായിട്ടാണ് ഇന്ത്യ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഇന്ന് തലയുയർത്തി നിൽക്കുന്നത്. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ 2 രാജ്യമായിട്ട് പ്രഖ്യാപിച്ച നമുക്ക് തൊട്ടടുത്തുള്ള അയൽ രാജ്യം ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയും ഇന്ത്യ ഇന്ന് നിൽക്കുന്ന അവസ്ഥയും കൂടി മാത്രം നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി 70 കൊല്ലം ഇന്ത്യ എങ്ങനെയാണ് മുമ്പോട്ട് പോയത് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നതിന് സാധിക്കും. ഇതിനു മുമ്പുണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ ഒരുപക്ഷെ PR-ന്റെ തള്ളുകൾ കുറച്ച് കുറഞ്ഞുണ്ടായിരുന്നുവെങ്കിലും രാജ്യം സുസ്ഥിരമായ ഒരു വികസനം നേടിയെടുത്തു. അടിസ്ഥാനം അവിടെ നിന്നാണ് പാകിയത്. ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും മൻമോഹൻ സിംഗും അടക്കമുള്ളവർ പാകിയ വിത്തിൽ നിന്നാണ് ഇന്ത്യ എന്ന് പറയുന്ന പടുവർഷമായി 2014 ഇന്ത്യ എത്തിയത്. അതിന്റെ ബെനിഫിറ്റ് കൊയ്യുന്നത് ഒരുപക്ഷെ പിന്നീട് വന്ന മോഡി ആയിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ PR വർക്കിലൂടെ അത് താൻ ചെയ്തതാണ് എന്ന് ഇന്ത്യ ലോകത്തിന്റെ മുൻപിൽ ശക്തമായ ഒരു സാമ്പത്തിക ശക്തിയായപ്പോൾ അത് താൻ കൂടിയാണ് അതിന്റെ അല്ലെങ്കിൽ താനാണ് അതിന്റെ ഉത്തരവാദി എന്നുള്ള രീതിയിലേക്ക് ക്രെഡിറ്റ് എടുക്കുന്ന ഒരു നടപടിയാണ് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് മോഡി ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഓഫർ ഇന്ത്യയുടെ ജനങ്ങളുടെ മുമ്പിൽ വെച്ചാൽ ഇതൊന്നും കേട്ട് വിഡ്ഢികളാകുന്ന ഒരു ജനതയല്ല ഇന്ത്യയിലുള്ളത്. അതോടൊപ്പം തന്നെ പ്രവാസ ലോകത്തും ഉള്ളത് എന്ന് നമുക്കറിയാം. ഇന്ന് എനിക്ക് മുൻപ് സംസാരിച്ച എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇന്ന് നിൽക്കുന്നത് സഹിഷ്ണുതയുടെ ഒരു ലോകത്താണ്. പ്രവാസി സമൂഹം പ്രത്യേകിച്ച് നിൽക്കുന്നത് സഹിഷ്ണുതയുടെ ഒരു ലോകത്താണ്. കാരണം ഇവിടെ അറബികളായ ഭരണാധികാരികൾ ഉള്ള ഒരു നാട്ടിൽ ഇവിടെ ഒരു 100% ഏകദേശം 100% ഉള്ള പൗരന്മാര് മുസ്ലിങ്ങളും അറബുകളുമായിട്ടുള്ള ആളുകളുള്ള ഒരു നാട്ടിൽ മറ്റൊരു സമൂഹത്തിന്, അതായത് ഇവിടെ ജോലി അന്വേഷിച്ച് വന്ന് ജോലി എടുത്ത് ബിസിനസ് എടുത്ത് ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പ്രദേശത്ത് തന്നെ ഏറ്റവും വലിയൊരു
ആരാധനാലയം അവർക്ക് പണിതു കൊടുക്കുക എന്നുള്ളത് ഒരു സഹിഷ്ണുതയുടെ ഒരു പര്യായമാണ്. നമ്മുടെ നാട് ഭരിക്കുന്ന ഭരണാധികാരികളും കണ്ണു തുറന്ന് കാണേണ്ടുന്ന ഒരു കാഴ്ചയാണ്. ന്യൂനപക്ഷങ്ങളുടെയും മറ്റു മതത്തിൽപ്പെട്ടവരുടെയും എല്ലാം ആരാധനാലയങ്ങൾ പൊളിക്കണമെന്ന് നാഴികയ്ക്ക് അപ്പോട്ടും പറയുന്ന സംഘർ ഒരുപാട്. പക്ഷെ അവിടെയും മൈലേജ് ഉണ്ടാവുന്നത് മോദിക്കല്ലേ? ഇത് നോക്കൂ, ഇത് ഇന്ത്യയുടെ ബന്ധവും അറബ് ലോകവുമായിട്ടുള്ള ബന്ധം കാലങ്ങളായിട്ടുള്ള ബന്ധമാണ്. നമുക്കറിയാം പ്രവാസ ലോകത്ത് അമ്പലങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം അന്ന് ഭരിച്ചിരുന്ന ഭരണാധികാരികൾ പറഞ്ഞിട്ടാണ് കിട്ടിയതെന്ന് പറഞ്ഞാൽ അതൊന്നും പറഞ്ഞാൽ വിശ്വസിക്കുന്ന ആളുകളല്ല പ്രവാസ ലോകത്ത്. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. സലീം ചോലമുഖത്ത്, ഇവിടെ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നതിനപ്പുറത്തേക്ക് ക്ഷേത്രം ഉദ്ഘാടനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ രാഷ്ട്രീയമായി BJP ഇന്ത്യയിൽ എങ്ങനെ ഉപയോഗിക്കും തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്നാണ് താങ്കൾ കരുതുന്നത്? തീർച്ചയായിട്ടും ഒരു പ്രധാനമന്ത്രിയുടെ യാത്രാ പരിപാടി നിശ്ചയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് നമ്മുടെ രാജ്യത്ത് രാഷ്ട്രീയമായിട്ടുള്ള മാനങ്ങളുണ്ട്, അല്ലെങ്കിൽ അത്തരം ലക്ഷ്യങ്ങൾ കൂടി കണക്കിലെടുത്താണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം നിശ്ചയിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യം. അതിനിപ്പോ എന്തെങ്കിലും തർക്കമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹം കേരളത്തിലേക്ക് തന്നെ ഇപ്പൊ തൃശ്ശൂരിലേക്ക് 2 തവണ 2 ആഴ്ചക്കുള്ളിൽ അടുപ്പിച്ച് വന്നതിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് മലയാളികൾക്ക് എന്തെങ്കിലും വാരിക്കോരി തരാനൊന്നും ആയിരുന്നില്ലല്ലോ. അപ്പോ അതുപോലെ സ്വാഭാവികമായിട്ടും അതിൽ നമുക്കതിനെ വിമർശിക്കുന്നതിൽ അർത്ഥമില്ല, അത് ഒരു വസ്തുതയാണ്. ഇവിടെ പ്രശ്നം ഇതാണ്. ഇപ്പോ നമ്മളൊക്കെ അറിയാം, ഈ അറബ് സമൂഹവും ഇന്ത്യൻ ജനതയും തമ്മിലുള്ള നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന ഈ ബന്ധം വളരെ ഊഷ്മളമായിട്ടുള്ള സൗഹൃദം. തീർച്ചയായിട്ടും ഇപ്പോ ഈ നരേന്ദ്രമോദിയുടെ നമ്മുടെ പ്രധാനമന്ത്രി എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന്റെ ഈ സന്ദർശനത്തെ ഒരു പ്രവാസി മലയാളി എന്നുള്ള നിലക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മാത്രമല്ല നമുക്ക് എല്ലാവർക്കും യാത്രകൾ നമ്മുടെ കണ്ണുകളെ, നമ്മുടെ ആശയങ്ങളെ വിപുലീകരിക്കാനും നമ്മുടെ കാഴ്ചകളെ മെച്ചപ്പെടുത്താനും നമ്മുടെ ആശയങ്ങളെ ദൃഢീകരിക്കാനും ഒക്കെ ചിന്തകളെ രൂപപ്പെടുത്താനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ വളരെ സങ്കുചിതമായ ഒരു സാഹചര്യത്തിൽ നിന്ന് മറ്റൊരിടത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ അവിടെ വിശാലമായിട്ട് എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളുകയും ഈ ഞാൻ നേരത്തെ കൂടി പറഞ്ഞ പോലെ ജനസംഖ്യയിൽ പൗരന്മാരിൽ 0.1% പോലും ആ ഒരു പ്രത്യേക വിഭാഗം ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടി ആരാധനാലയങ്ങൾ നിർമ്മിക്കുക. അത് ഇവിടെ UAE സംബന്ധിച്ച് ഹിന്ദു വിഭാഗത്തിന് മാത്രമല്ല, ക്രിസ്ത്യാനികൾക്കും ക്രിസ്ത്യാനികളുടെ പല അവാന്തര വിഭാഗങ്ങൾക്കും ഇവിടെ ആരാധനാലയങ്ങളുണ്ട്. അപ്പൊ എല്ലാ വിഭാഗം ആളുകളെയും സഹിഷ്ണുതയോടുകൂടി സ്വീകരിക്കുക. മാത്രമല്ല ഒരു പ്രത്യേകത, ഈ UAEക്ക് ഒരു മിനിസ്ട്രി ഓഫ് ടോളറൻസ്, സഹിഷ്ണുതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു മന്ത്രാലയം തന്നെ പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേക രാജ്യമാണ് ഈ UAE എന്ന് പറയുന്നത്. ലോകത്തെ ഏതാണ്ട് 200-ലധികം വരുന്ന രാജ്യങ്ങളിലുള്ള പൗരന്മാർ അങ്ങേയറ്റം സന്തോഷത്തോടുകൂടി, സഹിഷ്ണുതയോടുകൂടി, സഹവർത്തിത്വത്തോടുകൂടി ജീവിക്കുന്ന ഒരു രാജ്യം എന്നുള്ള നിലക്ക് ഇങ്ങനെ ഒരു രാജ്യത്തേക്ക് നമ്മുടെയൊക്കെ രാഷ്ട്രത്തലവന്മാർ അല്ലെങ്കിൽ പ്രധാനമന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ വരുന്നത് തീർച്ചയായിട്ടും അവരുടെ ചിന്തകളെ മാറ്റിമറിക്കുമെങ്കിൽ അത് നല്ലതാണ് എന്നാണ് ഞാൻ കരുതുന്നത്. സ്വാഭാവികമായിട്ടും പ്രവാസികൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇന്ത്യക്കാരായ പ്രവാസികൾ അവിടെ ആഘോഷിക്കുമ്പോൾ രാജ്യതലസ്ഥാനത്ത് എന്താ നടക്കുന്നത് എന്ന് ഇവർ അറിയുന്നില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പലരും ഇതിനെതിരെ രംഗത്ത് വരുന്നുണ്ട്, പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികളിലെ അംഗങ്ങളൊക്കെ. ഞാൻ അതുകൊണ്ടാണ് ഇതൊരു കക്ഷി രാഷ്ട്രീയ വിഷയമാക്കാതിരിക്കാനുള്ള ഒരു ശ്രദ്ധയുടെ ഭാഗമായിട്ടാണ് ഞാൻ അത്രയും കാര്യങ്ങൾ പരാമർശിക്കാത്തത്. എന്തായാലും ഇതൊക്കെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതൊരു വാസ്തവമാണ്. അതിനനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ശേഷിയും ചിന്താശേഷിയും ശേമുഷിയും ഒക്കെ ഉള്ള ആളുകളാണ് ഇന്ത്യക്കാരും മലയാളികളും എന്നുള്ളതും നമുക്കറിയാം. ശ്രീ അനീസ്, അങ്ങനെ ഒരു ചിന്താശേഷി ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ, രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും നടക്കുന്നുണ്ട് ആളുകളുടെ ഇടയിൽ എന്നാണോ സമീപകാല സംഭവങ്ങളുമായി ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ ഈ ചർച്ച ചെയ്യുന്ന വിഷയത്തില് അറബ് മേഖലയിൽ മോഡി കൂടിയോ എന്നിട്ടുള്ള ഒരു ചോദ്യത്തിൽ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചില പോയിന്റുകളുണ്ട്. നമ്മൾ നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ സൗഹൃദത്തിലിരിക്കുന്ന രാജ്യങ്ങളുമായിട്ട് ഇപ്പോ ഇന്ത്യയുടെ അവസ്ഥ എന്താണെന്ന് വളരെ കൃത്യമായി വിശകലനം ചെയ്യേണ്ടതുണ്ട്. ഇതിൽ UAE, സൗദി അറേബ്യ തുടങ്ങിയ വളരെ ചുരുങ്ങിയ ചില രാജ്യങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ അറബ് സമൂഹവുമായി ബന്ധപ്പെട്ട് നൂറ്റാണ്ടുകളോളമുള്ള നമ്മുടെ പാരമ്പര്യത്തെ കുറിച്ച് എന്റെ സഹ പാനലിസ്റ്റുകളെല്ലാം സംസാരിച്ചു കഴിഞ്ഞു. ഫലസ്തീനുമായി നമുക്കുണ്ടായിരുന്ന ബന്ധം എന്താണ്? ഫലസ്തീൻ ഗാന്ധിയുടെ നിലപാട് മുതൽ മൻമോഹൻ സിംഗ് വരെയുള്ള ആളുകളുടെ നിലപാട്, ഒരു KMCC പ്രതിനിധി എന്ന നിലക്ക്, ഒരു മുസ്ലിം ലീഗ് പ്രതിനിധി എന്ന നിലക്ക് എനിക്ക് വളരെ ആർജവത്തോടു കൂടി പറയാൻ കഴിയും, ഈ അഹമ്മദിലൂടെ വളർന്നു വന്ന ഒരു വലിയ ബന്ധമുണ്ട്. ആ ബന്ധത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. നമ്മുടെ തൊട്ടടുത്ത രാജ്യങ്ങളുടെ അയൽ രാജ്യങ്ങളുമായിട്ടുള്ള നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്താണ്?
ഇതുപോലെ തന്നെ അക്കാഡമിക്കായി ചിന്തിക്കുന്ന ഒരു അറബ് സമൂഹം ടോളറൻസ്, സോഷ്യലിസം, സഹവർത്തിത്വം തുടങ്ങിയ ഈ വാക്കുകൾക്ക് രാജ്യം നൽകുന്ന, ഇന്ത്യ നൽകിപ്പോന്നിരുന്ന ഒരു പാരമ്പര്യത്തെയും അതിന്റെ ഇപ്പോഴത്തെ വാല്യൂവിനെയും കുറിച്ച് അവർ തീർച്ചയായും ചിന്തിക്കുന്നുണ്ട്. ഇതിനോട് കൂട്ടി വായിക്കേണ്ട ഒന്നുകൂടിയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ ഒരു ആർട്ടിക്കിൾ വായിക്കുകയുണ്ടായി. അതില് 10 വർഷത്തെ ഭരണത്തിന് ശേഷം ജവഹർലാൽ നെഹ്റു രാജ്യത്തിന്റെ ഭരണത്തിൽ നിന്ന് ഒഴിയാൻ വേണ്ടി തീരുമാനിക്കുന്ന ഒരു ഡിസിഷൻ ഉണ്ട്. അദ്ദേഹം പ്രസിഡന്റിന് അതുമായി ബന്ധപ്പെട്ട് കത്തെഴുതിയെന്ന് പോലും ആ ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട് ഞാനതിൽ മനസ്സിലാക്കുകയുണ്ടായി. അന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്ര തലവന്മാർ നിരന്തരമായി ജവഹർലാൽ നെഹ്റുവുമായി ബന്ധപ്പെടുകയും അദ്ദേഹത്തെ ആ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കഥയുണ്ട്. അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയെ ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായിട്ടുള്ള ഷെയ്ഖ് സാഹിദ് വിളിച്ചിരുന്നത് സഹോദരി എന്നാണ്. അദ്ദേഹത്തിന്റെ സഹോദരിയായിട്ടാണ് ഇന്ദിരാഗാന്ധിയെ കണക്കാക്കിയത്. അപ്പോ സലീം സാറൊക്കെ പറഞ്ഞതുപോലെ, അതേപോലെ ബിപിൻ പറഞ്ഞതുപോലെ, ഒരു വലിയ PR വർക്കിന്റെ പിന്തുണയില്ലായിരുന്നുവെങ്കിൽ പോലും ഈ രാജ്യത്തിന്റെ വിവിധ രാജ്യങ്ങളുടെ പൗരന്മാരുടെ ഇടയിൽ പോലും ഇന്ത്യയുടെ ഭരണാധികാരികൾ എന്ന് പറയുന്നത് അവർക്ക് വളരെ വലിയ ആളുകളായിരുന്നു. ഇപ്പോ ഒരു പകുതി ജനങ്ങളെങ്കിലും ഇതിനെ ഒരു കോമാളിത്തരമായി കാണുന്നു, പകുതി ജനങ്ങൾ ഇതിനെ ഒരു PR വർക്കിന്റെ ഭാഗമായി, ഒരു ആഘോഷമായി കാണുന്നു എന്ന് മാത്രമല്ല. അങ്ങനെ നമുക്ക് പ്രവാസികളെ അങ്ങനെ പറയാൻ സാധിക്കില്ല. കൃത്യമായ രാഷ്ട്രീയവും കൃത്യമായ അഭിപ്രായങ്ങളും താല്പര്യങ്ങളും ഒക്കെ സംരക്ഷിക്കുന്ന ആൾക്കാരല്ലേ. എങ്ങനെ ഒന്നുകൂടി? അല്ല, അവര് ഇങ്ങനെ ഒരു കോമാളിത്തരം കാണുകയാണ്, ഇല്ലെങ്കിൽ അതിനെ നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കുമോ? നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ എത്ര ആഘോഷത്തോടെയാണ് വരവേൽക്കുന്നതെന്ന്. ഒരു രാഷ്ട്ര തലവൻ വരുമ്പോൾ നൽകേണ്ട ഔപചാരികമായ ബഹുമാനങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ ആ രാജ്യം നൽകിയേ മതിയാകുകയുള്ളൂ. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, നമ്മൾ എത്രത്തോളം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റുമോ എന്ന് പോലും എനിക്കറിയില്ല. എന്നാൽ കൂടി ഞാൻ പറയുകയാണ്, ഇവിടുത്തെ രാജകുടുംബത്തിൽപ്പെട്ട, ഇവിടുത്തെ ഭരണ വിഭാഗത്തിൽപ്പെടുന്ന വനിതകളടക്കമുള്ള ആളുകൾ, UAE-യുടെ രാജകുടുംബത്തിൽ, UAE-യുടെ ഭരണത്തിൽ ഇരിക്കുന്ന വനിതകളടക്കമുള്ള ആളുകൾ നിരന്തരമായി മോദി സർക്കാരിനെയും രാജ്യത്തെ സംഘപരിവാറിനെയും വിമർശിക്കുന്ന ഒരു ചിത്രമുണ്ട്. നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽ നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഞാൻ പേരുകളൊന്നും എടുത്തു പറയുന്നില്ല. അങ്ങനെ അക്കാഡമിക്കായി ചിന്തിക്കുന്ന, ഡെമോക്രാറ്റിക് ആയി ചിന്തിക്കുന്ന, ലോകത്തിന്റെ ഘടന എങ്ങോട്ട് പോകുന്നു എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾ ഇതിനെ നോക്കിക്കാണുന്ന മറ്റൊരു വശമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത്, നേരത്തെ ഞങ്ങൾ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ, അവിടെ എക്സ്ക്ലൂഷനാണ്. ഒരു വിഭാഗത്തെ, ഒരു സമുദായത്തെ, ജാതികളെ, വർണ്ണങ്ങളെ ഒഴിവാക്കി നിർത്തിക്കൊണ്ടുള്ള ഒരു രാജ്യത്തെ സൃഷ്ടിച്ചെടുക്കുകയും ഇവിടെ എല്ലാ വൈവിധ്യങ്ങളെയും അംഗീകരിച്ചുകൊണ്ട് ഒരു പുതിയ രാജ്യത്തെ, ലോകക്രമത്തെ സൃഷ്ടിച്ചെടുക്കുകയും ചെയ്യുന്ന രണ്ട് ഭരണകൂട വ്യവസ്ഥകളുടെ വ്യത്യാസമാണ് നമുക്കിവിടെ കാണാൻ കഴിയും. ശരി, ശ്രീ ഷമീർ, ഇവിടെ എന്തെങ്കിലും ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞത് സാധാരണ പ്രവാസിയെ സംബന്ധിച്ചാണ്. ഇപ്പം നമുക്കറിയാം, കാലങ്ങളായിട്ട് ഇപ്പം നാട്ടിൽ നിന്ന് നേതാക്കന്മാർ വരാറുണ്ട്, ജനപ്രതിനിധികൾ വരാറുണ്ട്, ഇവിടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ പ്രതിപക്ഷ നേതാക്കളും ഉൾപ്പെടെയുള്ള നിരവധി പേർ അവിടെ വരാറുണ്ട്. ഇവരൊക്കെ വന്നിട്ട് എന്ത് തന്നു പ്രവാസിക്ക് എന്നൊരു ചോദ്യം മാത്രം ബാക്കിയാവാറുണ്ട്. ഒന്നും തരുന്നില്ല എന്നുമല്ല അർത്ഥമാക്കുന്നത്. പക്ഷേ ഈ സന്ദർശനത്തിലൂടെ കൃത്യമായിട്ട് നമുക്കറിയാം എന്തൊക്കെ മേഖലകളിലാണ്, എവിടെയൊക്കെയാണ് ഇത് കൂടുതലായി ശ്രദ്ധ കൊടുക്കുന്നത് ഈ സന്ദർശനം, ഇല്ലെങ്കിൽ ഈ കൂടിക്കാഴ്ചകൾ എന്നുള്ളതൊക്കെ അറിയാം. അതിനപ്പുറത്തേക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ലക്ഷ്യം വെക്കുന്ന കാര്യങ്ങൾ, നമുക്കറിയാം മോദിയുമായി മറ്റ് രാജ്യങ്ങൾക്കുള്ള ബന്ധം അത് എത്രത്തോളം മുമ്പോട്ട് വന്നിട്ടുണ്ട്, എത്രത്തോളം ദൃഢമായിട്ടുണ്ട് എന്നെല്ലാം നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരു ബന്ധം അറബ് രാജ്യങ്ങളുമായി, ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് UAE ഒക്കെയായി, ഇപ്പം നേരത്തെ അനീസ് പറഞ്ഞതുപോലെ അവിടെ എല്ലാവർക്കും അറിയാം അവർ ഉള്ളിൽ കൂടി ഇവിടുത്തെ ഹിന്ദുത്വ ഭീകരതയൊക്കെ എതിർക്കുന്നവരാണ് എന്നുണ്ടെങ്കിലും പുറമെ നിന്ന് നോക്കുമ്പോൾ എന്താണ് സാധാരണക്കാരൻ മനസ്സിലാക്കേണ്ടത്? സാധാരണ പ്രവാസി ഇതിൽ നിന്ന് എന്താണ് അറിയേണ്ടത്? ധന്യ, നാട്ടിലുള്ള ആളുകളെക്കാൾ കൂടുതൽ രാഷ്ട്രീയ വിഷയങ്ങളിൽ താല്പര്യം ഉണ്ടാവുകയും നമ്മുടെ രാജ്യത്ത് നടക്കുന്ന മാറ്റങ്ങളെ കൂടുതൽ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ചെയ്യുന്നവരാണ് പ്രവാസികൾ. എനിക്ക് മുമ്പ് ചർച്ചയിൽ പങ്കെടുത്ത 3 പേരും ഒരുമിച്ച് പ്രകടിപ്പിച്ച ഒരു വികാരമുണ്ട്. രാജ്യത്തെ പ്രധാനമന്ത്രിയെ വളരെ സൗഹാർദ്ദത്തോടെ, അല്ലെങ്കിൽ വളരെ ഊഷ്മളതയോടെ സ്വാഗതം ചെയ്യുമ്പോഴും നമ്മുടെ നാട്ടിലെ ഇന്നത്തെ കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യങ്ങളും സാമ്പത്തിക സാഹചര്യങ്ങളിലുമൊക്കെ വലിയ ആശങ്കയും വലിയ വിഷമവും ഉള്ളവരാണ് ഇവിടുത്തെ പ്രവാസി സമൂഹം. നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മെ പ്രതിനിധീകരിച്ചുകൊണ്ട് രാഷ്ട്രത്തലവൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടുത്തെ അറബ് സമൂഹം, ഇവിടുത്തെ ഭരണാധികാരികളൊക്കെ അവരോട് കാണിക്കുന്ന വലിയ ആദരവും വലിയ ബഹുമാനവും വലിയ സ്നേഹവും ഒക്കെ ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരു ജനതയോട്, അതല്ലെങ്കിൽ
ഇവിടുത്തെ UAE-യുടെയും അതല്ലെങ്കിൽ ഗൾഫ് രാഷ്ട്രങ്ങളുടെയും ഒക്കെ പുരോഗതിയിലും അവരുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലുമൊക്കെ വളരെ ഐതിഹാസികമായ അതല്ലെങ്കിൽ വളരെ പ്രസക്തമായ പിന്തുണയുള്ള ഇവിടുത്തെ പ്രവാസി സമൂഹത്തിനോട് കൂടി കൊടുക്കുന്ന പരിഗണനയാണ് ഇവിടുത്തെ ഭരണാധികാരികൾ ഒരു പ്രധാനമന്ത്രിയോടോ ഒരു രാഷ്ട്രത്തലവനോടോ കാണിക്കുന്ന സ്വാഭാവികമാണ്. UAE സംബന്ധിച്ച് നമുക്കറിയാം, ഇല്ലെങ്കിൽ 2019 പരമോന്നത ബഹുമതിയൊന്നും UN മോദിക്ക് നൽകി ആദരിക്കില്ലല്ലോ. തീർച്ചയായും അതെ തന്നെയാണ്, തീർച്ചയായും അതെ. അപ്പോൾ ഇവിടുത്തെ സമൂഹത്തോടു കൂടി കാണിക്കുന്ന ബഹുമാനവും ആദരവും ഒക്കെയാണ്. പക്ഷെ അതുപോലെയാണോ നമ്മുടെ ഭരണാധികാരികൾ ഈ പ്രവാസി സമൂഹത്തോടും അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ജനതയോടും ഒക്കെ ചെയ്യുന്നത് എന്നുള്ളത് ധന്യക്ക് തന്നെ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലായിരിക്കും. ഖുർആനിലെ ഒരു വാചകമുണ്ട്, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന്. ഒരു വിശ്വാസം സംരക്ഷിക്കപ്പെടാൻ വേണ്ടി ന്യൂനപക്ഷ സമുദായത്തിന്റെ ഒരു ദേവാലയത്തെ അല്ലെങ്കിൽ ഒരു ആരാധനാലയത്തെ പൊളിച്ചടുക്കുകയും എന്നിട്ട് മറ്റൊരു ക്ഷേത്രം പണിയുകയും അതാണ് നടപ്പിൽ വരുത്തേണ്ടത് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ഭരണകൂടം. മറിച്ച് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ വലിയ സഹിഷ്ണുതയോടെ എല്ലാ ആരാധനയ്ക്കും അതല്ലെങ്കിൽ എല്ലാ മതചിന്തകൾക്കും എല്ലാ വിശ്വാസങ്ങൾക്കും ഇവിടെ സ്ഥാനമുണ്ടെന്നും അതിനെ സ്വീകരിക്കാൻ തയ്യാറാണെന്നും പ്രഖ്യാപിക്കുന്ന മറ്റൊരു ഭരണകൂടവും ചിന്തിക്കുന്ന മനുഷ്യർക്ക് മുമ്പിൽ മാറി മറിയുന്ന രണ്ട് ചിത്രങ്ങളുണ്ട്. ബോധമുള്ള ചിന്താശേഷിയുള്ള മനുഷ്യർക്ക് ഈ രണ്ട് ചിത്രങ്ങളും കൂടി താരതമ്യപ്പെടുത്തുമ്പോൾ അതിൽ ഏതാണ് നല്ലത്, ഏതാണ് ഒരു പുരോഗമന സമൂഹം സ്വീകരിക്കേണ്ടത് എന്നുള്ള ചിത്രം വ്യക്തമാണ് തന്നെ. ശരി, ശ്രീ വിപിൻ, അവിടെ നമുക്കറിയാം പല രീതിയിൽ താമസിക്കുന്നത്, അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ തരംതിരിക്കാൻ പറ്റില്ല. പ്രവാസികൾ ഉൾപ്പെടെ എന്ന് തന്നെ പറയുന്നതായിരിക്കും. ഈ പ്രവാസികൾക്ക് പല മേഖലകളിലാണ്, ഇപ്പോൾ സാമ്പത്തിക രംഗം, ഊർജം, വാണിജ്യരംഗം, ഈ മേഖലകൾ എടുത്തു നോക്കുമ്പോൾ ദുബായ് പോലെയുള്ള ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളിൽ ഏത് തരത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് നൽകാൻ സാധ്യത? ഈ കാര്യങ്ങളിലെല്ലാം ഒരു വളർച്ചയിലേക്ക് ഇന്ത്യയും UAE-യും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിയാകുമ്പോൾ അവിടെ പ്രവാസികൾക്ക് പ്രതീക്ഷിക്കാൻ പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടാവുമോ? ഏതെങ്കിലും രംഗത്ത് അത്തരത്തിലൊരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടോ പ്രവാസിയായതുകൊണ്ട് മാത്രം? അല്ല, പ്രവാസികൾക്ക് ഈ ഇന്ത്യയുടെ ഭരണാധികാരി എന്നുള്ള നിലയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുമ്പോൾ ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര ബന്ധങ്ങൾ ശക്തമാകണം, ഇന്ത്യ സുദൃഢമായിട്ട് മുൻപോട്ട് പോകണം എന്നുള്ള ആഗ്രഹം തന്നെയാണ് നമുക്ക് എല്ലാവർക്കും. പക്ഷെ കാലാകാലങ്ങളായിട്ട് ഇതിനു മുമ്പ് സംസാരിച്ചോട് പറഞ്ഞ പോലെ കഴിഞ്ഞ 10 കൊല്ലത്തിന്റെ ഇടയ്ക്ക് 7 പ്രാവശ്യം വന്നിട്ടും പ്രവാസിക്ക്, സാധാരണക്കാരനായ പ്രവാസിക്ക് എന്താണ് പ്രയോജനം എന്ന് ചോദിച്ചാൽ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം നമുക്ക് അറിയാവുന്ന പല കാര്യങ്ങളുമുണ്ട്. ഫ്ലൈറ്റിന്റെ ചാർജസ് ആയാലും, പീക്ക് ടൈമിലുള്ള ഫ്ലൈറ്റിന്റെ ചാർജസ് ആയാലും, പ്രവാസികൾ മരിച്ച മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകേണ്ട ആവശ്യത്തിനായാലും, അല്ലെങ്കിൽ 7-6 പ്രാവശ്യം പ്രവാസികളെ കാണുവാനായിട്ട് വന്നു എന്ന് പറയുമ്പോഴും പ്രവാസിക്ക് നാട്ടിൽ വോട്ട് ചെയ്യണം, അവരിന്റെ ശബ്ദം നാട്ടിൽ രേഖപ്പെടുത്തണമെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വോട്ടവകാശത്തിന് വേണ്ടിയിട്ട് പാർലമെന്റിൽ ഒരു നിയമം പാസ്സാക്കുന്നതിനോ ഒന്നും സാധിക്കാതെ ഇവിടെ വന്നു നിന്നുകൊണ്ട് ഏതെങ്കിലും വാഗ്ദാനങ്ങൾ മാത്രം ചൊരിഞ്ഞതുകൊണ്ട് മറ്റ് പ്രവാസിക്ക്, സാധാരണക്കാരനായ പ്രവാസിക്ക് ഒരു പ്രയോജനവും ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ശരി, ശ്രീ സലീം ചൊല്ലമുഖത്ത് ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും ഇവിടെ ഒരു പ്രതീക്ഷ സ്വാഭാവികമായിട്ടും അവിടെ സംഭവിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇതിനപ്പുറത്തേക്ക് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് തെരഞ്ഞെടുപ്പിൽ ഇതിനെ എങ്ങനെ ഉപയോഗിക്കുമെന്നതാണ്. അത് ആളുകളിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇതിനെ പലതരത്തിൽ ഉപയോഗിക്കാം. പ്രത്യേകിച്ച് നമ്മൾ അറബ് രാജ്യങ്ങൾ എന്ന് വിളിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ രാജ്യത്ത് എത്രത്തോളം ശക്തിയാണ്? ഇപ്പം മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള പല തരത്തിലുള്ള ബന്ധങ്ങളും ഈ രാജ്യത്ത് ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിനെ ഏതൊക്കെ തരത്തിൽ സഹായകമാകുന്ന രീതിയിലാണ് മോദി കൊണ്ടുപോകുന്നത്? നോക്കൂ, ഇതുപോലുള്ള ഞാൻ നേരത്തെ പറഞ്ഞു, ഇത്തരം സന്ദർശനങ്ങൾക്ക് തീർച്ചയായിട്ടും രാഷ്ട്രീയ പാനങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ അത് ആഗ്രഹിക്കുന്നവരുണ്ടാകാം. പക്ഷെ ഞാനിപ്പോഴും കരുതുന്നത് ഇപ്പോ ഇന്ത്യയിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് മലയാളികളൊക്കെ ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ നല്ല ബോധവാന്മാരാണ്. പ്രത്യേകിച്ച് നേരത്തെ ഇവിടെ പറഞ്ഞു, പ്രവാസികളായിട്ടുള്ള ആളുകളൊക്കെ നാട്ടിൽ നടക്കുന്ന ചലനങ്ങൾ അതേപടി ഒരുപക്ഷെ നാട്ടിൽ ഉള്ളവരെക്കാൾ ജാഗ്രതയോടുകൂടി നിരന്തരമായിട്ട് സൂക്ഷ്മമായിട്ട് പിന്തുടരുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം ഗിമ്മിക്കുകളിലൊന്നും വീണുപോകുന്നവരല്ല ഇന്ത്യക്കാർ എന്നാണ് ഞാൻ കരുതുന്നത്. അത് മാത്രമല്ല, ഇപ്പൊ മറ്റൊരു തരത്തിൽ ഇപ്പൊ നമുക്കറിയാം UAE ഇന്ത്യയുമായിട്ട് നോക്കുമ്പോൾ ഇന്ത്യയുടെ UAE-യുടെ മൂന്നാമത്തെ ഏറ്റവും വലിയ വാണിജ്യ പങ്കാളിയാണ്, വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ. ആ നിലയ്ക്ക് വ്യാപാര രംഗത്ത്, വാണിജ്യ രംഗത്തൊക്കെ ഇത്തരം സന്ദർശനങ്ങൾ ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് കരുതുന്നത്. സ്വാഭാവികമായിട്ടും അതിന്റെ ചെറിയൊരു
വിഹിതം പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് കിട്ടും. പക്ഷെ അടിസ്ഥാനപരമായ പ്രശ്നം, പ്രവാസികളുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്കൊന്നും ഇത്തരം സന്ദർശനങ്ങൾ എനിക്ക് തോന്നുന്നു ഈ ജയ്വാൻ കാർഡൊക്കെ എല്ലാവർക്കും ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യമാണല്ലേ? അത് പക്ഷേ ഏറ്റവും ഞാൻ പറഞ്ഞ ഏറ്റവും പരമപ്രധാനം ഇന്ത്യയിലെ എമിഗ്രേഷൻ ആക്ട് 1983 കഴിഞ്ഞ 41 വർഷമായിട്ട് പരിഷ്കരിക്കാൻ ഈ ലോകത്ത് നടന്ന ചലനങ്ങളൊന്നും ബാധിക്കാത്ത ഒരു നിയമമായിട്ട് ഇന്ത്യൻ എമിഗ്രേഷൻ ആക്ട് അവിടെ കിടക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രവാസികൾക്ക് വേണ്ടി ഒരു വകുപ്പ് കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയത് ഇദ്ദേഹം ഈ BJP അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. അപ്പൊ പ്രവാസികൾക്ക് ആ നിലക്കുള്ള പരിഗണനകൾ കിട്ടേണ്ട മേഖലകളിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇതുപോലെയുള്ള സന്ദർശനങ്ങൾ കൊണ്ട് വെറും പുറം മോടികൾ ഉണ്ടാക്കാമെന്നുള്ളതല്ലാതെ സാധാരണ പ്രവാസിയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് ഇത് പരിഹാരമാകുന്നില്ല എന്നുള്ളൊരു പ്രശ്നം അവിടെ അതേപടി അവശേഷിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ത്യയിലെ ഭരണാധികാരികൾ അത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ എന്നാണ് പ്രവാസികൾക്ക് വേണ്ടി ഞങ്ങൾക്ക് പറയാനുള്ളത്. ശരി, നമ്മുടെ സമയം പൂർത്തിയാവുകയാണ്. വളരെ നന്ദി അഡ്വക്കേറ്റ് സലീം ചോലമുഖത്ത്, ശ്രീ ഷമീർ TP, ശ്രീ അനീഷ്, ശ്രീ ബിബിൻ ജേക്കബ് ചർച്ചയിൽ പങ്കെടുത്തതിന്. പ്രവാസി ശബ്ദം പൂർണ്ണമാവുന്നു. നമസ്കാരം. കടമെടുപ്പ് പരിധി സംബന്ധിച്ച്